ഹലോ ഹായ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആയിട്ട്. അതായത് ബേസിക് ആയിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കരുതി. ഞാൻ വലിയ എഡിറ്റർ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യൽ 2 ആപ്പിലൂടെയാണ് കേട്ടോ, ഒന്ന് ഇൻഷോട്ടും ഒന്ന് വിഎൻ. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇൻഷോട്ടിൽ എങ്ങനെ വീഡിയോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യണം. ഇത് ഞാൻ നേരത്തെ എന്തോ ഒന്ന് ഓപ്പൺ ആക്കിയതിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ വോയിസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് വോളിയം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ 100 ഉള്ളത് 0 ആക്കി വെക്കാം. വീഡിയോൻ്റെ വോളിയം കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോൻ്റെ വോളിയം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാട്ടോ. ഞാനിവിടെ 3 വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വീഡിയോൻ്റെയും ഇതുപോലെ തന്നെ ഞാൻ വോളിയം കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വോളിയം എടുക്കാം. പിന്നെ നമ്മൾ 0 ആക്കി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സ്പീഡ് കൺട്രോളാണ് ചെയ്യാൻ പോകുന്നത്. അതായത് മുകളിൽ വോളിയത്തിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് സ്പീഡ് എന്ന് കണ്ടില്ലേ, അപ്പം അത് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അപ്പം നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടാം. അതുപോലെ കുറക്കണം എന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക 0 2 അങ്ങനെ ചെയ്യാട്ടോ. ഞാനിവിടെ കൊടുക്കുന്നത് സ്ലോ ആണ് കേട്ടോ. അപ്പം എനിക്ക് വേണ്ടത് സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് സ്പീഡാണോ വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയിടാം. ബാക്കി 2 വീഡിയോസും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ചെയ്തത്. അതായത് 1 2 ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ആനിമേഷനാണ് കേട്ടോ. അതായത് സ്പീഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആനിമേഷൻ എന്ന ഓപ്ഷൻ കണ്ട. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അതായത് ഫെയ്ഡ്, സൂം ഇൻ, സൂം ഔട്ട്, ഷെയ്ക്ക് ഇൻ, ഷെയ്ക്ക് ഔട്ട്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി 2 വീഡിയോസിന് നിങ്ങൾക്ക് ഏത് അനിമേഷനാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ആനിമേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അനുയോജ്യമായത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയാണ് നമ്മളെ വീഡിയോസ് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോക്ക് അനുയോജ്യമായ ആനിമേഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതായത് നിങ്ങൾക്ക് ഓരോ വീഡിയോസിനും വ്യത്യസ്തമായ ആനിമേഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഒരേ അനിമേഷൻ മതിയെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാം. ഞാനിവിടെ വ്യത്യസ്തമായ അനിമേഷനാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് കുറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു. അതായത് ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. മ്യൂസിക്, എഫക്റ്റ്, റെക്കോർഡ്, അൽ സ്പീച്ച് എന്നുള്ള ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആ റെഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റെക്കോർഡാവും. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് റെക്കോർഡായി. അതല്ല നിങ്ങൾക്ക് റെക്കോർഡല്ല വേണ്ട മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് നിങ്ങൾക്ക് ഇതിൽ തിരഞ്ഞെടുത്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ ഓഡിയോ ഫ്രം വീഡിയോ എന്ന് കാണുന്നില്ലേ, അത് നിങ്ങളുടെ ഗാലറിയിൽ എന്തെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ട് വന്നാൽ കുറേ മ്യൂസിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിൽ നിന്ന് ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കണ്ടോക്കി. എങ്ങനെയുണ്ട് വീഡിയോൻ്റെ ലെവൽ എന്നൊന്നും മാറിയില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ അവിടെ ടെക്സ്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈവനിങ് മൂഡ് എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മലയാളത്തിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി കൊടുക്കാം കേട്ടോ. അതായത് താഴെ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ഓപ്ഷനും കാണാൻ പറ്റും. ഈ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ 3 ഡോട്ട് കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ. അതായത് ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഏതായാലും ഞാനൊന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ചേഞ്ച്. അടുത്തതായിട്ട് ഇത് നിങ്ങളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഫുള്ളും ഇതുപോലെ ഈവനിങ് മൂഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ
ആടെ ഒരു ഗ്രീൻ കളർ കണ്ട ഈവനിങ് മൂഡ് എന്ന് എഴുതിയിട്ട്, അപ്പം അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. എവിടത്തേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതുവരെ നിങ്ങൾക്ക് വലിച്ചു കൊടുത്താൽ നിങ്ങൾക്കിത് വീഡിയോൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതായാലും നമ്മൾ എഡിറ്റ് ചെയ്തെടുത്തോളം ഇല്ല ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. എഫക്റ്റ്, അൽ എഫക്റ്റ്, ഫിൽറ്റർ, അഡ്ജസ്റ്റ്. നമുക്കിവിടെ വേണ്ടത് ഫിൽറ്ററാണ്. അപ്പോൾ ഫിൽറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ അതിൽ ബ്രൈറ്റ്, പിങ്ക്, ലൈറ്റ്, വിൻറ്റേജ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഇൻഷോട്ട് എന്നുള്ളൊരു ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അടിയിലായിട്ട് ഇൻഷോട്ട് എന്ന് എഴുതിയിട്ട് ഒരു ഇൻറ്റു മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഇൻറ്റു മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ റിമൂവർ എന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. അതായത് ഒരു ആഡ് വരും കേട്ടോ. ആ ആഡ് നമ്മൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ആ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നമുക്കത് റിമൂവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്കിവിടെ ലോഗോ റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്കിത് സേവ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് എന്ന് കാണാൻ പറ്റും. അങ്ങനെ സേവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ സേവ് ആയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ പോകുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും.